ഇന്ന് ഞാൻ വാഴപ്പിണ്ടി തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായി വാഴപ്പിണ്ടി വൃത്തിയാക്കിയതിന് ശേഷം ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുക്കുമ്പോൾ അതിന് ചെറുതായിട്ട് നാരുണ്ടാവും. അതും കൂടി മാറ്റിയതിന് ശേഷം വേണം അരിയാനായിട്ട്. വാഴപ്പിണ്ടി എങ്ങനെ അരിയുന്നതെന്നും എങ്ങനെയാണ് അതിൻ്റെ നാര് കളയുന്നതും എന്നൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. വാഴപ്പിണ്ടി അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറി വെക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കറി ഇറങ്ങിയിട്ട് അത് മൊത്തം കറുത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കിത് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കണം. വാഴപ്പിണ്ടി ചേർത്തതിന് ശേഷം എണ്ണയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വാഴപ്പിണ്ടി അരിഞ്ഞത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് അരമുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. വാഴപ്പിണ്ടിയിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പാത്രം മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. മഞ്ഞൾപ്പൊടി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ പറമ്പിൽ തന്നെ എടുത്തുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് വിഷങ്ങളൊന്നും അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഒന്നുകൂടി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വാഴപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പിയും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.